ഷെർണൈസ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ഒറ്റ ദിവസം 31 വേദികളിലായിട്ട് വായനയുടെ വിസ്മയ വസന്തം 1500 പുസ്തകങ്ങൾ വായിക്കും. ചിലപ്പോൾ അത് കേരളത്തിലെ ഒരു വിദ്യാലയത്തിലോ കേരളത്തിലോ ഇന്ത്യയിലുണ്ടോയെന്ന് നമുക്ക് അറിയില്ല. ഇതുവരെ ഇങ്ങനെ ഒരു ബൃഹത്സംരംഭം ഉണ്ടായിട്ടില്ല. ഇത് ഏകദേശം 21ഓളം ചുറ്റുവട്ടത്തിലുള്ള ലൈബ്രറികൾ കുട്ടികൾക്ക് ക്ലാസ്സിൽ പോയിട്ട് പുസ്തകങ്ങൾ കൊടുക്കുകയും കുട്ടികൾ പുസ്തകങ്ങൾ വായിച്ച് അതിന് ട്രയൽ ചെയ്ത് അതിൻ്റെ പോരായ്മകൾ തിരുത്തിക്കൊണ്ട് 3-ാം തീയതി രാവിലെ 10 മണി മുതൽ 1500 കുട്ടികളെന്ന് പറഞ്ഞാൽ കുട്ടികൾ, മദർ പി ടി അംഗങ്ങൾ, അധ്യാപകർ എല്ലാവരും കൂടിയുള്ള ഒരു വായനയുടെ വിസ്മയ വസന്തമാണ് തീർക്കുന്നത്. ഈ ഒരു ആശയം ഞങ്ങൾ മുന്നോട്ട് വെച്ചപ്പോൾ കേരള ലൈബ്രറി കൗൺസിലിൻ്റെ പയ്യന്നൂർ താലൂക്ക് കമ്മിറ്റി വായനായനം എന്ന പേരിൽ പുസ്തകങ്ങൾ പല സ്ഥലങ്ങളിലായിട്ട് വീട്ടുമുറ്റ പുസ്തക വായന നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ശിവകുമാറിനെ പോലുള്ള ഇവരുടെ ഗൈഡ് ലൈൻസോട് കൂടിയിട്ട് അവരുടെ സഹായത്തോടു കൂടിയാണ് ഇങ്ങനൊരു പരിപാടി സംഘടിപ്പിക്കുന്നത്. ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം 11 മണിക്ക് 3-ാം തീയതി 11 മണിക്ക് ബഹുമാനായിട്ടുള്ള പയ്യന്നൂർ MLA TA മുസ്ലിം അവർ നിർവഹിക്കുന്നു. നമ്മൾ ചടങ്ങിലെ മുഖ്യാതിഥിയായിട്ട് ലൈബ്രറി കൗൺസിലിൻ്റെ സംസ്ഥാന സെക്രട്ടറി VK മധു പങ്കെടുക്കുന്നുണ്ട്. ഈ കണ്ണൂർ ജില്ലയിലെ ലൈബ്രറി കൗൺസിലിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ, അതുപോലെ തന്നെ കൗൺസിലർമാർ ഒക്കെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. നിങ്ങളെയും വളരെ സ്നേഹത്തോടുകൂടി ബഹുമാനത്തോടുകൂടി ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മലയാളം, ഹിന്ദി, ഇംഗ്ലീഷ്, സംസ്കൃതം, അതുപോലെ തന്നെ ഈ പറഞ്ഞ -2 മുതൽ +2 വരെയുള്ള കുട്ടികളാണ് ഈ ഇതിൽ വായനാ വസന്തത്തിൽ പങ്കെടുക്കുന്നത്. അവർ തന്നെയാണ് അവതരിപ്പിക്കുന്നത്. പുസ്തകങ്ങൾ വായിച്ച് തയ്യാറാക്കുന്ന കുറിപ്പുകളുണ്ട്. ആ കുറിപ്പുകൾ ഒരു പുസ്തക രൂപത്തിൽ കയ്യെഴുത്ത് തന്നെയായിരുന്നു അത് പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിക്കണമെന്ന് ആലോചിച്ചിട്ടുണ്ട്. അത് പയ്യന്നൂർ സാഹിത്യോത്സവത്തിൻ്റെ വേദിയിൽ വെച്ചിട്ട് പ്രകാശനം ചെയ്യണമെന്നാണ് ഇപ്പോൾ ആലോചിച്ചത്.